ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോറിലേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. സോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ അത് സെയിം ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. The correlation is said to be positive when the variables move together towards the same direction. വേരിയബിൾസിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? ഒരേ ദിശയിലായിരിക്കും അതിൻ്റെ മാറ്റം. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്നും കുറയുന്നു. ഇപ്പം ക്രോപ്പ് ഈൽഡ് ആൻഡ് റെയിൻ രണ്ട് വേരിയബിൾസ് നമ്മൾ പറയുകയാണ്. ഇപ്പം ക്രോപ്പ് ഈൽഡ് എന്ന് പറയുന്നത് മഴ നല്ലോണം കിട്ടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ക്രോപ്പ് ഈൽഡ് കൂടും മഴ കൂടിയിട്ടുണ്ടെങ്കിൽ. അതേസമയം മഴ കുറയുകയാണെങ്കിലോ ആ വർഷത്തെ ക്രോപ്പ് ഈൽഡ് കുറയാൻ സാധ്യതയുണ്ട്. സോ വി ക്യാൻ സേ എ പോസിറ്റീവ് കോറിലേഷൻ, ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ക്രോപ്പ് ഈൽഡ് ആൻഡ് റെയിൻ. ഓക്കെ, അതാണ് പോസിറ്റീവ് കോറിലേഷൻ. ദെൻ സെക്കൻഡ് വൺ ഇസ് നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് കോറിലേഷന് നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഇസ് കോറിലേഷൻ ഇസ് സെഡ് ടു ബി നെഗറ്റീവ് വെൻ ദേ മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണത്? നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞു പ്രൈസ് ആൻഡ് സെയിൽസ്. പ്രൈസ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ സെയിൽസ് കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ദേ ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറയും. രണ്ട് ദിശയിലാണ് വേരിയബിളിൻ്റെ സഞ്ചാരം. ഓക്കെ, ദെൻ ഫൈനലി സീറോ കോറിലേഷൻ. അവിടെ എന്താണ്? ദർ ഈസ് ആൻ ആബ്സെൻസ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ ഇല്ല. രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് വേരിയബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാൻ പറ്റും? ദേ ഹാവ് സീറോ കോറിലേഷൻ എന്ന് പറയാം. Next one is linear or non-linear correlation. First one is linear. Linear എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലീനിയർ കോറിലേഷൻ എന്താണ്? അതിൽ വേരിയബിൾസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് linear when two variables are said to be linear when the ratio of change between the two variable is constant. അവ തമ്മിലുള്ള മാറ്റങ്ങൾ, അത് നമ്മൾ രണ്ട് വേരിയബിൾ വെച്ചാണ് പഠിക്കുന്നത്. സോ ആ രണ്ട് വേരിയബിൾ തമ്മിലുള്ള മാറ്റം നമ്മളൊരു റേഷ്യോയിലേക്ക് എഴുതുകയാണെങ്കിൽ, അതായത് റേഷ്യോ എങ്ങനെ എഴുതും? ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ വെച്ചാൽ നമ്മൾ റേഷ്യോ എഴുതാം. ആ ഒരു റേഷ്യോയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്, രണ്ടിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് മീൻസ് ഒരേപോലെ ആയിരിക്കും അത് മാറ്റം വരിക. ഒന്നിൽ 5% മാറി, മറ്റതിലും 5% തന്നെ മാറി. പോസിറ്റീവ് ഓർ നെഗറ്റീവ് അത് നമ്മൾ പിന്നീടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഒരേ ലെവലിൽ ഒരേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാറ്റം വരുന്ന റേഷ്യോകൾ നമുക്ക് കിട്ടും. അതാണ് എന്ത്? ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെ മാറുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു ഗ്രാഫ് പേപ്പറിൽ അതിനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. കാരണം എന്താണ്? അത് ഒരേപോലെയാണ് മാറുന്നത്. ഇവിടെ ഇത്ര ശതമാനം മാറ്റം വരുമ്പോൾ അവിടെ അത്ര ശതമാനം തന്നെ മാറ്റം വരുന്നു. ഓക്കെ, അതാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേരിയബിൾസിൻ്റെ മാറ്റം ഒരേപോലെ സംഭവിക്കുന്നു ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വെൻ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്. ഓക്കെ, അതാണ് ലീനിയർ കോറിലേഷൻ. ദെൻ നോൺ ലീനിയർ കോറിലേഷൻ എന്തായിരിക്കും? ലീനിയർ കോറിലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ്? നമുക്ക് അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ചേഞ്ച് കിട്ടില്ല. റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് ബി കോൺസ്റ്റൻറ്റ്. അതായത് ഒരേപോലെ അല്ല മാറ്റം സംഭവിക്കുന്നത്, ഡിഫറെൻ്റ് ആണ് മാറ്റം. ഇപ്പോൾ ഒരു വേരിയബിളിൽ ഒരു 5% മാറ്റം വന്നാൽ മറ്റ് വേരിയബിളിൽ ചിലപ്പോൾ 10 അല്ലെങ്കിൽ 4 3 അങ്ങനെ എന്തെങ്കിലും കോൺസ്റ്റൻ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു രീതിയിലുള്ള മാറ്റമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. ആൻഡ് വെൻ വി ആർ പ്ലോട്ടിംഗ് ദിസ് ഓൺ എ ഗ്രാഫ് വി വിൽ ഗെറ്റ് എ കർവ് ലൈൻ. അപ്പം നേരത്തെ നമുക്ക് എന്താ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വളഞ്ഞ ഒരു ഷേപ്പാണ് കിട്ടുക. സോ അങ്ങനെ ഒരു വളഞ്ഞ ഷേപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തുകൂടി പറയും? കർവി ലീനിയർ കോറിലേഷൻ എന്നുകൂടി പറയും. ഓക്കെ, അപ്പം നോൺ ലീനിയർ കോറിലേഷൻ്റെ മറ്റൊരു പേരാണ് കർവി ലീനിയർ കോറിലേഷൻ. അടുത്ത ടൈപ്പാണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തതൊക്കെ സിമ്പിൾ കോറിലേഷനാണ്. രണ്ട് വേരിയബിൾ വെച്ച് മാത്രം നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? സിമ്പിൾ കോറിലേഷൻ. അതായത് മെയിൻ ആയിട്ടുള്ള രണ്ട് വേരിയബിൾ, ഒന്ന് ഡിപ്പെൻഡൻറ്റും ഒന്ന് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. അതാണ് സിമ്പിൾ കോറിലേഷൻ. കാൽക്കുലേഷൻ ഈസ് ഡൺ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഓൺലി. രണ്ട് വേരിയബിൾസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ പാർഷ്യൽ കോറിലേഷൻ ആണെങ്കിൽ എന്താണ്? അവിടെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്, നമുക്കറിയാം. വേറെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് രണ്ട് വേരിയബിളെ പഠിക്കുന്നുള്ളൂ.
അതാണ് പാർഷ്യൽ കോറിലേഷൻ. അതായത് മുഴുവനായി നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ മെയിൻലി 2 വേരിയബിൾസ് എടുത്ത് പഠിക്കുന്നു. അതാണ് പാർഷ്യൽ കോറിലേഷൻ. ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്തായിരിക്കും? ഒരു കാര്യത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസ് ഉണ്ട്, അതായത് 2ൽ കൂടുതൽ വേരിയബിൾസ് അവൈലബിൾ ആണ്. ആൻഡ് വി ആർ സ്റ്റഡിയിങ് ഓൾ ദ വേരിയബിൾസ്. ഒരുമിച്ച് എല്ലാ വേരിയബിൾസിനെയും പഠിക്കുകയാണെങ്കിൽ അതിനെന്താണ് നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നു. സോ സിമ്പിൾ സ്റ്റഡിയിങ് 2 വേരിയബിൾസ്, ദെൻ മൾട്ടിപ്പിൾ മോർ ദാൻ 2 വേരിയബിൾസ്, ആൻഡ് പാർഷ്യൽ ആണെങ്കിലോ 2 വേരിയബിൾസേ പഠിക്കുന്നുള്ളൂ, പക്ഷേ നമ്മൾ അവിടെ വരുന്ന വേറെ കുറച്ച് വേരിയബിൾസിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് 2 വേരിയബിൾസിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ യൂസസ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ എന്തിനൊക്കെയാണ് നമ്മൾ ബിസിനസ്സിൽ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോറിലേഷൻ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എവിടെയാണ്? നമ്മളെ ബിസിനസ്സിൻ്റെ മെയിൻ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്ന മെയിൻ ഒരു മൂവിങ് ഫാക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അപ്പോൾ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ നമുക്ക് കോറിലേഷൻ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ കോറിലേഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? അത് നല്ല രീതിയിൽ എന്ത് കോറിലേഷനാണ്? നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. അതായത് സപ്ലൈ വളരെ കൂടുമ്പോൾ ഡിമാൻഡ് പറ്റ കുറയും, സപ്ലൈ വളരെ കുറയുമ്പം ഡിമാൻഡ് വളരെ കൂടും. സോ വി ക്യാൻ സേ ദേ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ഹെൻസ് ദേ ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്. അപ്പം ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലാണ് മെയിനായിട്ട് നമ്മൾ ഈ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ലൈക്ക് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇൻകം ആൻഡ് കൺസപ്ഷൻ. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മുടെ സെയിൽസും ഡിമാൻഡും സപ്ലൈയും പ്രൈസും ഇൻകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോറിലേഷൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം അതൊക്കെ തമ്മിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് യൂസ് ഇസ് ദാറ്റ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസും അഡ്വർടൈസും തമ്മിൽ ബന്ധമുണ്ട്. സെയിൽസും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ ആ ഒരു ഏരിയ, മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് എന്താ കോറിലേഷൻ ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ HR-ൻ്റെ ഏരിയ പറയുവാണെങ്കിൽ വേജസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. വേജസ് കൂട്ടി കൊടുക്കുമ്പം പ്രൊഡക്ടിവിറ്റി കൂടാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി നമുക്ക് നല്ല സാലറി കിട്ടുന്ന ജോബിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ നമ്മൾ മോർ ഇന്നോവേറ്റീവായി മോർ എനർജറ്റിക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് ഇൻ ഹയർ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേജസും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. ആ ഒരു ഏരിയയിൽ HR ആൻഡ് മാർക്കറ്റിംഗ് ഏരിയയിൽ നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വേറെ ഏത് മേഖലയിലാണ്? ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ലൈക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ, നാഷണൽ ഇൻകത്തിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിൽ, ദാറ്റ് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പ്രൈസ് ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, നമുക്ക് എത്ര ഇൻകം കിട്ടുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ എക്സ്പെൻഡിച്ചർ. പക്ഷേ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു മെനി അതർ ഫാക്ടേഴ്സ് ടു. വേറെ കുറേ ഫാക്ടേഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻകം കിട്ടിയാലും നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ച് കൂട്ടണമെന്നില്ല. പക്ഷെ അത് നമുക്ക് എന്ത് പറയാം, ടൈപ്സ് ഓഫ് ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ എക്കണോമിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നെസസറി ഗുഡ്സ് ഉണ്ട്, ലക്ഷറി ഗുഡ്സ് ഉണ്ട്, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇലാസ്റ്റിസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പർച്ചേസിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷും അനുസരിച്ചിരിക്കും. അപ്പം ഇൻകം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിപ്പോവുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. ഇൻകം വേരി ചെയ്ത് വരുവാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ എക്സ്പെൻഡിച്ചറും സേവിങ്സും വേരി ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ ബന്ധമുണ്ട്. എന്തായാലും ഇൻകവും സേവിങ്സും തമ്മിലും ബന്ധമുണ്ട്. അപ്പോൾ ഈ ബന്ധത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ബന്ധത്തെയാണല്ലോ നമ്മൾ കോറിലേഷനിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കോറിലേഷൻ ആപ്ലിക്കബിൾ ആണ്. കാരണം എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ പിന്നെ ഒരു യൂസ് എന്ന് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു കാര്യമാണ്. റിഗ്രഷൻ എന്ന് പറയുന്ന ഇതിൻ്റെയും കൂടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോറിലേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഗ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കോറിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂസസ്. അടുത്ത് നമുക്ക് കോറിലേഷൻ്റെ ലിമിറ്റേഷൻസ് ആണ് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ലിമിറ്റേഷൻ ഇസ് എക്സിസ്റ്റൻസ് ഓഫ് കോറിലേഷൻ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നത് എവിടെയാണ്? റിഗ്രഷനിലാണ് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് പഠിക്കുന്നത്. കോറിലേഷനിൽ നമ്മൾ
കോസ്, അതായത് രണ്ട് വേരിയബിൾ തമ്മിൽ, രണ്ടോ രണ്ടിൽ കൂടുതലോ വേരിയബിൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മാത്രമാണ് കോറിലേഷനിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരെണ്ണത്തിൻ്റെ ബന്ധം മറ്റത്തിൽ എങ്ങനെ മാറ്റമാണ് വരുന്നത്, എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പഠിക്കുന്ന എവിടെയാണ്? റിഗ്രഷനിലാണ് പഠിക്കുന്നത്. സോ കോറിലേഷൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് റിഗ്രഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോറിലേഷൻ ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു സാധനം കണ്ടുപിടിക്കേണ്ടി വന്നത്. കോറിലേഷൻ എന്ത് പറയാൻ പറ്റുന്നില്ല, അതിന് എന്ത് എഫക്റ്റാണ് ഉണ്ടാകാൻ പറ്റുന്നത്, മഴ കുറഞ്ഞാൽ ക്രോപ്പിന് എന്ത് എഫക്റ്റാണ് ക്രോപ്പിൻ്റെ ഈൽഡ് കുറയുന്നത് നമുക്കറിയാം, പക്ഷേ എങ്ങനെയാണത് ബാധിക്കുന്നത്, എന്ത് എഫക്റ്റാണ് ഭാവിയിൽ ക്രോപ്പ് എന്തായി പോകും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കോറിലേഷൻ വെച്ച്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് റിഗ്രഷൻ കൊണ്ടുവന്നത്. അപ്പോൾ റിഗ്രഷനിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? കോസ് ആൻഡ് എഫക്റ്റ് ആണ് റിഗ്രഷനിൽ പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് കോറിലേഷൻ. Then second one is correlation coefficient assumes linear relationship regardless of the assumption is correct or not. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടും. ഇപ്പോൾ ലീനിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കോൺസ്റ്റൻറ്റ് ചേഞ്ച് വരുവാണെങ്കിൽ, രണ്ട് വേരിയബിൾ തമ്മിൽ കോൺസ്റ്റൻറ്റ് ചേഞ്ച് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പം രണ്ട് വേരിയബിൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? കോറിലേഷൻ കിട്ടും. ആ ബന്ധം നമുക്ക് യൂസ്ഫുൾ ആകണമെന്നൊന്നുമില്ല, അത് റെലവൻ്റ് ആകണം എന്നൊന്നുമില്ല. രണ്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടും? നമുക്ക് ഗ്രാഫും കിട്ടും, അതിന് ആൻസറും കിട്ടും. സോ അതൊരു മെയിൻ ലിമിറ്റേഷനാണ്. എന്താ ബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറഞ്ഞു, എഫക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ്? അതൊരു വേറൊരു ലിമിറ്റേഷനാണ്. ബന്ധം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ ബന്ധം നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. ദെൻ ഫൈനലി എക്സ്ട്രീം ഐറ്റംസ് ഓഫ് ദ വേരിയബിൾസ് ആർ ബീയിങ് അൺഡ്യൂലി ഓപ്പറേറ്റഡ് ഓൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പം എക്സ്ട്രീം ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ വേരിയബിൾസ് എടുക്കുമ്പം ചില വേരിയബിൾസ് ഉണ്ടാകും വളരെ രീതിയിൽ, അത് നല്ല രീതിയിലാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവായിട്ടും വളരെ എഫക്റ്റ് ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനത്തെയുള്ള വേരിയബിൾസിനെ നമ്മൾ എടുക്കുമ്പം അത് കോഎഫിഷ്യൻറ്റിനെ ബാധിക്കുന്നു. അപ്പം പറയുവാണെങ്കിൽ കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. ആ ബന്ധം നമുക്ക് യൂസ്ഫുൾ ആണോ എന്നും ആ ബന്ധം എത്രത്തോളം മറ്റേതിൽ മാറ്റം വരുത്തുന്നത്, അതായത് എന്ത് ചേഞ്ചാണ് കൊണ്ടുവരുന്നത് എന്നും, പിന്നെ ആ ബന്ധം നമ്മൾ റെലവൻ്റ് ആണോ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് കോറിലേഷൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ജസ്റ്റ് കോറിലേഷൻ്റെയും കോസേഷൻ, അതായത് എഫക്റ്റൊക്കെ ഒന്ന്, എഫക്റ്റ് അല്ല, അത് ബന്ധപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് പറയാനാണ്. രണ്ട് വേരിയബിൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാകാം? അതായത് രണ്ട് വേരിയബിൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആ രണ്ട് വേരിയബിൾ തമ്മിൽ ബന്ധമുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് ബന്ധം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻഫ്ലുവൻസസ് വൈ, അതായത് വൈയിനെ എക്സ് സ്വാധീനിക്കുന്നു. അല്ലെങ്കിൽ എന്താകാം? വൈ ഇൻഫ്ലുവൻസസ് എക്സ്, എക്സിനെ വൈ സ്വാധീനിക്കുന്നു. ഇത് രണ്ടും അല്ലെങ്കിൽ എന്താ? എക്സ് ആൻഡ് വൈ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വൺ ഓർ മോർ അഡീഷണൽ വേരിയബിൾസ്. ഈ രണ്ട് വേരിയബിളിനെയും കൂടെ വേറെ ഏതോ നമുക്കറിയാത്ത വേരിയബിൾസുകൾ, ഒരുപാട് ടൈപ്പ് വേരിയബിൾ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ അധികം പ്രത്യക്ഷത്തിൽ കാണാത്തത് ആണ്, പക്ഷേ എഫക്റ്റ് ഉണ്ടാകുന്ന കുറേ ടൈപ്പ് വേരിയബിൾസ് ഉണ്ട്. അങ്ങനെയുള്ള വേരിയബിൾ ഏതെങ്കിലും എഫക്റ്റ് ചെയ്യുന്നതാകാം. അപ്പോൾ ബന്ധങ്ങൾ എങ്ങനെയൊക്കെ വരാം? എക്സ് വൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, വൈ എക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആൻഡ് ഫൈനലി എക്സ് ആൻഡ് വൈ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി അതർ അൺനോൺ വേരിയബിൾ. അപ്പം നമുക്ക് അറിയാവുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. അതാണ് എക്സ് വൈ എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ കാണാത്ത കുറേ വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, അടുത്തത് സ്പ്യൂരിയസ് കോറിലേഷൻ. സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥമാക്കുന്നത്, പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ ആക്ച്വലി അത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ആൻഡ് ഓൾസോ ആ ബന്ധം വന്നത് വേറെ ഏതെങ്കിലും ഒരു ഹിഡൻ കാരണങ്ങൾ കൊണ്ടാകാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഐസ്ക്രീമിൻ്റെ കൺസപ്ഷൻ കൂടുന്നു. നമ്മൾ രണ്ട് വേരിയബിൾസ് പഠിക്കുന്നു. ഐസ്ക്രീമിൻ്റെ കൺസപ്ഷൻ റേറ്റും, അതായത് സെയിൽസ്, ഐസ്ക്രീമിൻ്റെ സെയിൽസും മുങ്ങി മരണങ്ങളും രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വേരിയബിളാണ് കേട്ടോ. അത് ഞാൻ സ്റ്റഡി ചെയ്തപ്പം ഏതെങ്കിലും ഒരു സർട്ടൻ പീരീഡ്, മാർച്ച് ടു മെയ് പീരിയഡിലെ ഐസ്ക്രീം സെയിൽസും ഞാൻ എടുത്തു, ഡ്രൗണിങ്, ദാറ്റ് ഈസ് മുങ്ങി മരണങ്ങളും, രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു. ആ രണ്ട് കാര്യങ്ങൾ ഞാനെടുത്ത് പഠിച്ചപ്പോൾ രണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. മുങ്ങി മരണങ്ങളും കൂടുന്നു, അതേപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ സെയിൽസും കൂടുന്നു.
അത് തമ്മിൽ ബന്ധമുണ്ട്, രണ്ടും ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടുന്നു, രണ്ടും കൂടുന്നു എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അർത്ഥം. പക്ഷേ ആക്ച്വലി ഇൻ റിയൽ സെൻസ് എന്താണ്? അത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അല്ലേ? അത് തമ്മിൽ രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്തത്? ആ ഒരു സീസൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് അവിടെ റിലേഷൻ വന്നത്. പക്ഷേ അത് ആക്ച്വലി അത് തമ്മിൽ ഇപ്പം ഐസ്ക്രീം തിന്നിട്ടല്ല പോയി മുങ്ങി മരിക്കുന്നതുകൊണ്ടല്ല ആരും ഐസ്ക്രീം തിന്നുന്നത്, അത് തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ അവിടെ സീസൺ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്താണ്, വെയിൽ കൂടുമ്പോൾ നമ്മൾ ഐസ്ക്രീം കൂടുതൽ കഴിക്കുന്നു, അതൊരു കാരണം, ഒരു വശമാണത്. ഐസ്ക്രീമിൻ്റെ സെയിൽസ് കൂടാനുള്ള കാരണം വെയിൽ കൂടുന്നു, ചൂട് കൂടുമ്പോൾ നമ്മൾ ഐസ്ക്രീം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ എന്താണ്, വെയിൽ കൂടുന്നതുകൊണ്ട് നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ സ്വിമ്മിങ്ങിന് വേണ്ടി പോകുന്നു. അങ്ങനെ ആ സ്വിമ്മിങ്ങിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റലി ഡ്രൗണിങ് സംഭവിക്കുന്നു. അപ്പോൾ അത് രണ്ടും രണ്ട് വശങ്ങളാണ്. പക്ഷെ അതിനെ കൂട്ടി യോജിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സണ്ണി ഡേയ്സ് ആണെന്നാണ്. അതായത് വേനൽക്കാലം എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ മാത്രമല്ല, അത് തമ്മിൽ ശരിക്കും ഐസ്ക്രീം സെയിൽസ് കൂടുന്നതും ഡ്രൗണിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നത്. ശരിക്കും റിയൽ സെൻസിൽ അത് തമ്മിൽ രണ്ടും ഒരു ബന്ധവുമില്ല. പക്ഷേ യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായതുകൊണ്ട് മാത്രം അത് തമ്മിൽ നമുക്ക് ബന്ധം തോന്നുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നത്.